ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻട്രോയിൽ കണ്ടപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ഇപ്പോൾ എന്നും രാവിലെ 7:30 എണ്ണിക്കും. എന്തിനാ? ജിമ്മിൽ പോകാൻ. അപ്പം നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആണ് കേട്ടോ ഇപ്പോൾ എപ്പോഴും രാവിലെ. പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടി ടൗണിലെത്തി, അവിടെ നിന്ന് നടന്ന് ജിമ്മിലും എത്തി ഗൈസ്. പിന്നെ അവിടെ നിന്നൊരു വലിയ യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇന്ന് ലെഗ് ഡേ ആയിരുന്നു ഗൈസ്. പിന്നെ ആക്ച്വലി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ക്ഷീണവും പെയിനൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഒരു എനർജിയാണ് ഗൈസ്. അല്ലാണ്ട് വലിയ ക്ഷീണമോ അങ്ങനെയൊന്നുമില്ല. സാധാരണ വീട്ടിൽ ഇരിക്കുമ്പോൾ അതിൽ കൂടുതൽ ക്ഷീണം എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പെയിൻ ഇല്ലെന്നല്ല കേട്ടോ, വീട്ടിൽ വരുമ്പോൾ നല്ലൊരു സുഖമാണ്. പിന്നെ ഞങ്ങൾ ബേക്കറി കയറി അവിടുത്തെ ആ ചില്ലിങ്കൂട്ടിലെ സാധനങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ 2 നാരങ്ങ വെള്ളം അതും മധുരമില്ലാതെ കുടിച്ചിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി ഞാൻ വീട്ടിൽ വന്നു ഗൈസ്. ഇതാണ് ഗൈസ് ഇപ്പോൾ പാലത്തിൻ്റെ അവസ്ഥ. വെള്ളം കയറിയായിരുന്നു ഇവിടെ. അപ്പോൾ വെള്ളം കയറിയ പിന്നെ ഇതാണ് അവസ്ഥ. ഫുള്ള് മറ്റേ കൈപ്പിടിയും അതൊക്കെ പോയി. പിന്നെ ഇപ്പോൾ സാരി പിടിക്കുന്ന പോലെ പാൻ്റൊക്കെ പിടിച്ച് ഞാൻ വീട്ടിലോട്ട് നടക്കുകയാണ്. അങ്ങനെ ഞാൻ നടന്ന് വീട്ടിലെത്തി ഗൈസ്. ഇനി ഒന്ന് പോയി ഫ്രഷ് ആവണം. ഇത് പിന്നെ ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ളൊരു ഓർഡർ ആട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കുളിച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഓട്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനെ മറ്റേ നമ്മുടെ മതൽ നാരങ്ങയൊക്കെ ഇട്ട് കഴിച്ചു ഗൈസ്. ലഞ്ച് റെഡി ആയിട്ട് സമയം എടുക്കും. ഞാനൊരു 11 മണിയൊക്കെ വീട്ടിലെത്തി. അപ്പം അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറേ വെള്ളം കുടിച്ചു ഗൈസ്. വെള്ളം കുടിക്കണം. വെള്ളം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഗൈസ്. ആരാ പറയുന്നത്? പണ്ട് ഞാൻ കുടിക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ബെഡ് എന്നെ മാടി മാടി വിളിക്കുന്നു ഒന്ന് ഉറങ്ങാനായിട്ട്. അപ്പം ഞാൻ ഓർത്ത് വിളിച്ചല്ലേ, ഒന്ന് ജസ്റ്റ് കിടക്കാൻ ഓർത്ത് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഉറങ്ങിയില്ല ഗൈസ്. ഫോണുണ്ടല്ലോ, അത് ഞോണ്ടിക്കൊണ്ടിരുന്നു. പിന്നെ ഹോട്ട്സ്റ്റാറിലൊരു മൂവിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്നു. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. പിന്നെ എണ്ണീക്കുന്നത് വൈകിട്ടാട്ടോ. പിന്നെ എണ്ണീറ്റ് പുറത്തു പോയി നോക്കുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അതിന് മാത്രം ഒരു കുറവില്ല. പിന്നെ ട്യൂഷൻ എടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഇന്നൊരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഴയൊക്കെ അല്ലേ. പിന്നെ അവളെ വേഗം പഠിപ്പിച്ച് വിട്ടു. പിന്നെ ഞാൻ പോയി ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ബ്രെഡും മുട്ടയും കൂടെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് കഴിച്ച് ഗൈസ്. പിന്നെ എനിക്ക് ബോറടിച്ച് പിന്നെ അവർക്ക് കളർ അടിക്കാമെന്ന്. അങ്ങനെ എൻ്റെ കളറിംഗ് ബുക്കും പിന്നെ ആക്രിലിക് മാർക്കറാട്ടോ. ഇത് 2 ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാട്ടോ. നല്ല ക്വാളിറ്റി ആട്ടോ, 2നും കളറിംഗ് ബുക്കിനും ഈ മാർക്കറിനും. ഞാനാണെങ്കിൽ ഒരു പേജ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലായിരുന്നു. ഈ ഒരു പെണ്ണിന് മാത്രമേ ഞാൻ കളർ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഇരുന്നിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. നല്ലൊരു സമാധാനം കിട്ടുന്ന ഒരു പ്രോസസ്സായിട്ട് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടം കളർ അടിക്കാം. അതുകൊണ്ട് എനിക്കിത് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സമാധാനമാണ്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇതും കൂടെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വാവ്. എങ്ങനെയുണ്ട് ഗൈസ് ഫൈനൽ ലുക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. പിന്നെ എൻ്റെ കയ്യിൽ ഫുള്ള് ഞാൻ കളറാക്കി ഗൈസ്. എടാ ഇങ്ങ് വന്നേ, എടാ ഓടി വാ ഇങ്ങ്. ആ ഫാൻ എന്തിടാവോ?